എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നാടിന്റെ ശബ്ദം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് രാജേഷ് കുമാർ MG ആണ്. ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖലകളിൽ മോട്ടിവേഷൻ ക്ലാസുകൾ അദ്ദേഹം എടുക്കുന്നു. ഇന്നത്തെ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം. സാർ, ഇപ്പം ഇത് എത്ര വർഷമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു? ഞാനിപ്പോ ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ വന്നിട്ട് ഇപ്പോ 20 വർഷം കഴിഞ്ഞു. അതിനകത്ത് ഞാൻ സെയിൽസിനാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും അതിനുശേഷം ഞാൻ ഇപ്പം നിൽക്കുന്ന ട്രെയിനിങ്ങിലാണ്. ഇപ്പോൾ സെയിൽസ് ആൻഡ് ട്രെയിനിങ് ആണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇത് ഏത് വിഷയമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ട് സാർ ചെയ്തു കൊടുക്കുന്നത്? ഈ മോട്ടിവേഷൻ ട്രെയിനിങ് ഉപരിയായിട്ട് ഇൻഷുറൻസിന് അവയറൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്. രണ്ട്, ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുകൾ വരും, സിസ്റ്റം ട്രെയിനിങ് വരും, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങുകൾ വരും. അപ്പോൾ അതെല്ലാം നമ്മുടെ എംപ്ലോയീസിനും അതുപോലെ അഡ്വൈസേഴ്സിനും നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ യുവതലമുറയ്ക്ക് വരുന്നവർക്ക് കൊടുക്കാവുന്ന ഒരു ക്ലാസ് ഏതായിരിക്കും? ഓക്കെ, ശരിക്കും ഇൻഷുറൻസിന്റെ ആവശ്യകത എന്താണ് ഇൻഷുറൻസ് എന്നോ അല്ലെങ്കിൽ എന്തിനാണ് ഇൻഷുറൻസ് എന്നോ അറിയാവുന്ന ആൾക്കാർ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അത് 6% താഴെ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് അതിനുള്ള സാക്ഷരത കൊടുക്കാനുള്ള യജ്ഞം ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഭാഗത്തിന് ട്രെയിനിന്റെ ഭാഗമായിട്ട് തന്നെ മാക്സിമം ആൾക്കാരിലേക്ക് ഇൻഷുറൻസ് എത്തിക്കുക, അറിവ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് തന്നെ കൊടുക്കുന്ന സമയത്ത് എന്തിനാണ് ഇൻഷുറൻസ്, ഞാൻ ഇൻഷുറൻസ് എടുക്കണം, ആ നോളജ് ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ ആരും ആ സേവിങ്സിനെ പറ്റിയോ ഇൻഷുറൻസ് ചിന്തിക്കുന്നില്ല. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇപ്പോ ഒരു വ്യക്തിക്ക് ആ വ്യക്തി ജോലിക്ക് കയറിയ സമയത്ത് സേവിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തി സേവിങ്സ് ഒന്നും കാണുന്നില്ല, ഉള്ളത് കൊണ്ട് അടിച്ചു പിടിച്ച് ജീവിക്കുകയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇൻഷുറൻസിന്റെ പ്രാധാന്യത്തെ പറ്റി ആൾക്കാരിലേക്ക് ബോധം അല്ലെങ്കിൽ അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ അപകടങ്ങളാണല്ലോ. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് അപകടങ്ങൾക്ക് ഇപ്പൊ കേരളത്തിലുള്ളവർക്ക് ഇപ്പൊ നിലവിലുള്ള കേരളത്തിലുള്ള ഏതുതരം ഇൻഷുറൻസ് ആയിരിക്കും കൂടുതൽ സഹായകരമായിരിക്കുന്നത്? ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അപകടത്തിന് മാത്രമല്ല ഇൻഷുറൻസ് വരുന്നത്. ഇപ്പോൾ റോഡ് ആക്സിഡൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ശരിക്കും 1,78,000 മുകളിൽ കേസുകളാണ് ആക്സിഡന്റ് ഡെത്ത് കേസുകളാണ് നമ്മൾക്ക് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ നോക്കുവാണെങ്കിൽ 120 കേസ് പെർ ഡേ കേരളത്തിൽ വരുന്നുണ്ട്. ഇതില് ഏറ്റവും രസകരമായ സംഭവം 18-നും 35-നും ഇടയ്ക്കുള്ള ആൾക്കാരാണ് കൂടുതലും ജീവഹാനി സംഭവിച്ചത്. അപ്പോൾ അതിന് ഇൻഷുറൻസിന് അവയറൻസ് ഉണ്ടോ, എല്ലാവർക്കും ഇൻഷുറൻസ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. കാരണം അതിനകത്ത് പ്രായം മാത്രമല്ല, ഇൻഷുറൻസ് എടുത്ത ആൾക്കാരാണോ പോകുന്നത്, അതിൽ വണ്ടികൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ, ഇതൊക്കെ അതിൽ വരും. അതിന് പല ഘടകങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ആക്സിഡന്റ് മാത്രമല്ല, അതുപോലെ തന്നെ അസുഖങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളുടെ കൊറോണയ്ക്ക് മുമ്പും പിമ്പും എടുക്കുകയാണെങ്കിൽ, കൊറോണയ്ക്ക് ശേഷം നോക്കുവാണെങ്കിൽ ഹാർട്ട് അറ്റാക്കിന്റെയും അതുപോലെ തന്നെ സ്ട്രോക്കിന്റെയും റേഷ്യോ കൂടിയിട്ടുണ്ട്. 12% മുകളിലേക്ക് കൂടി കൊറോണയ്ക്ക് ശേഷം. അപ്പോ 33,000 മുകളിലാണ് ഹാർട്ട് അറ്റാക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ അതിന് മുമ്പുള്ള വർഷങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ 12 to 13% മുകളിലാണ് ഇൻക്രീസ് രേഖപ്പെടുത്തിയത്. അപ്പൊ അതൊരു പ്രശ്നം തന്നെയാണ്. സോ ബ്രെഡ് വിന്നർ ഓഫ് ദി ഫാമിലി അല്ലെങ്കിൽ ഏർണിംഗ് മെമ്പർ എന്ന് പറഞ്ഞ ആള്, ആ വ്യക്തി വീട്ടിലേക്ക് ആ ഇൻകം കൊണ്ടുവന്നില്ലെങ്കിൽ അവരുടെ വീട്ടിലെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, കുട്ടികളുടെ ഭാവി, അവരുടെ ജീവിത ചെലവുകളെല്ലാം ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മാറുകയാണ് ചെയ്യുക. സോ ഓരോ വ്യക്തി മനസ്സിലാക്കേണ്ടത്, അത് ആ വ്യക്തി ചെറുപ്പക്കാരനായിക്കോട്ടെ വലിയ പ്രായമുള്ള ആൾക്കാരായിക്കോട്ടെ, അവർ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി എത്ര രൂപയുടെ പോളിസി എടുക്കണം. ഇപ്പൊ നമ്മൾ വീട്ടിൽ കാർ മേടിക്കാൻ നമ്മൾ ഇൻഷുർ ചെയ്യും, വിലപിടിപ്പുള്ള എന്ത് മേടിച്ചാൽ നമ്മൾ ഇൻഷുർ ചെയ്യും. പക്ഷേ ആ വ്യക്തി ആ ഇൻകം ഉണ്ടാക്കുന്ന ആളെ ഇൻഷുർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രക്ക് ഇൻഷുർ ചെയ്യണമെന്ന് അറിയില്ല ആർക്കും. അവിടെയാണ് ഹ്യൂമൻ ലൈഫ് വാല്യൂ എന്ന കൺസെപ്റ്റ് വരുന്നത്. ശരിക്കും എന്താണ് ഹ്യൂമൻ ലൈഫ് വാല്യൂ? എക്സ്പെൻസ് ഡിവൈഡ് ബൈ ഇൻട്രസ്റ്റ് റേറ്റ്, അതാണ് തമ്പുറു എന്ന് പറയുന്നത്. പക്ഷേ അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മളുടെ വീട്ടില് ഒരാളുടെ വീട്ടിൽ എത്ര രൂപ ചെലവുണ്ടെന്ന് നോക്കുക മാസം. അത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫീസായിട്ടും കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് പോലുള്ള പല ബില്ലുകൾ ഉണ്ടാവും. എല്ലാ ചെലവുകളിലും ചേർത്തിട്ടുള്ള എമൗണ്ട് ഒരു ആവറേജ് എടുക്കുക. ചില മാസങ്ങളിൽ കൂടാം, ചില മാസങ്ങളിൽ കുറയും. എങ്കിൽ പോലും ഉദാഹരണത്തിന് ഒരു 20,000 രൂപയാണ് ഒരു വീട്ടിലെ ആവറേജ് എക്സ്പെൻസ് വിചാരിക്കുക. അതിന്റെ 200 മടങ്ങാണ് ആ വ്യക്തിക്ക് മിനിമം എടുക്കേണ്ട ഇൻഷുറൻസ് പരിരക്ഷ. എന്താണ് 20 മടങ്ങെന്ന് ചോദിച്ചാൽ, 200 മടങ്ങെന്ന് ചോദിച്ചാൽ 6% ഇൻട്രസ്റ്റ് റേറ്റിൽ ആ വ്യക്തി ഇല്ലെങ്കിലും ആ എമൗണ്ട് ഇപ്പൊ കൊടുക്കുന്ന വീട്ടിലേക്ക് കൊടുക്കുന്ന ഇൻകം, ആ ചെലവിന് വേണ്ടി കൊടുക്കുന്ന പൈസ, ആ പൈസ കൊടുക്കണമെങ്കിൽ ആ വ്യക്തി 200 മടങ്ങ് പരിരക്ഷ എടുത്ത് വെക്കുകയാണെങ്കിൽ, അതായത് ഞാനിപ്പോ എന്റെ വീട്ടിലേക്ക് എല്ലാ മാസവും 20,000 25,000 രൂപ കൊടുക്കുന്നു വിചാരിക്കുക. അപ്പൊ 25,000 ആണെങ്കിൽ 25,000 20 മടങ്ങ് എന്ന് പറഞ്ഞാൽ 25,000 × 200
അപ്പൊ എത്ര വരും? 50 ലക്ഷം വരും. ഈ 50 ലക്ഷം രൂപ ഞാൻ മിനിമം എടുക്കണം. എന്താ ഈ മിനിമം പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇൻഫ്ലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് പോയ 100 രൂപ പോയ പോകുന്ന പൈസ ആ മേടിച്ച സാധനം നാളെ കിട്ടണമെന്ന് വരുന്നില്ല. ദാറ്റ് മീൻസ് ഇന്ന് 500 രൂപയ്ക്ക് കിട്ടുന്ന സാധനം നാളെ കിട്ടത്തില്ല, നാളെ മുകളിലേക്ക് പൈസ പോകും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിനിമം റിക്വയർമെന്റ് ഞാൻ പറഞ്ഞത്. 200 മടങ്ങ് മന്ത്ലി എക്സ്പെൻസ് 200 മടങ്ങ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മിനിമം നമുക്ക് കവേർഡ് ആവും. അതാണ് ഹ്യൂമൻ ലൈഫ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ആ വ്യക്തി ആ വീട്ടിലേക്ക് കൊടുക്കുന്ന എക്സ്പെൻസ്, ചെലവിന് കൊടുക്കുന്ന പൈസ, അതിന്റെ 200 മടങ്ങിനുള്ള കവറേജ് എല്ലാ വ്യക്തികൾക്കും മിനിമം എടുക്കേണ്ട ആവശ്യകതയുണ്ട്. അത് ആക്സിഡന്റിന്റെ ഡെത്ത് റേറ്റ് കൂടുന്നു, അതുപോലെ അസുഖങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുന്നു. അത് പല ക്രിട്ടിക്കൽ ഇൽനെസ്സുകളുണ്ട്. ക്യാൻസർ ആകാം, സ്ട്രോക്ക് ആകാം, പാരാലിസിസ് ആകാം, ഹാർട്ട് അറ്റാക്ക് ആകാം. ഏത് അസുഖം വന്നാലും അവരുടെ ആ വ്യക്തിക്ക് നാളെ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായാൽ പോലും ഈ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് അത് പ്രൊട്ടക്ട് ചെയ്യാൻ ചെയ്യുക. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ സേവ് ചെയ്യുന്നതിൽ ഒരാളുടെ ആ വ്യക്തി ഇല്ലെങ്കിൽ ഇൻകം റീപ്ലേസ്മെന്റ് പ്രൊഡക്റ്റുകളും, ഉള്ള വെൽത്തിനെ കൂട്ടുവാനുള്ള ഇൻകം റീപ്ലേസ്മെന്റ് മാത്രമല്ല ഇൻകം എൻഹാൻസ് ചെയ്യാനുള്ളതും, ഇപ്പോൾ വെൽത്ത് എൻഹാൻസ് ചെയ്യാനുള്ള പ്രൊഡക്റ്റുകൾ, വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാനുള്ള പ്രൊഡക്റ്റുകൾ, അതുപോലെ പെൻഷൻ. ഇപ്പോഴത്തെ ജനങ്ങൾക്ക് അറിയാൻ വേണ്ട കാര്യമാണ്. ഇപ്പോ അത് ശ്രദ്ധിക്കുന്നില്ല ആ കാര്യങ്ങളിൽ. കാര്യങ്ങൾ പെൻഷൻ സംഭവം കൺസെപ്റ്റ് ഇപ്പൊ ഇല്ല. 2013 മുതൽ കേരള ഗവൺമെന്റിന് പെൻഷൻ ഇല്ല. പഴയ പെൻഷൻ സ്കീം ഇല്ല. ഇനി കോൺട്രിബ്യൂട്ടറി പെൻഷനേ ഉള്ളൂ. അത് മാത്രവുമല്ല, നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്ത് പെൻഷൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ മാത്രം വെച്ചിട്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. സോ പെൻഷൻ എന്ന കൺസെപ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സെക്കൻഡ് ഇയർ മുതലോ അല്ലെ ഫസ്റ്റ് ഇയർ മുതലോ പെൻഷനുകൾ കിട്ടുന്ന പല സ്കീമുകൾ ഇപ്പോൾ ഉണ്ട് മാർക്കറ്റിന്റെ. സോ അങ്ങനെയുള്ള സ്കീമുകൾ നമ്മൾ ഇതിന് കൃത്യമായി ആൾക്കാർ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അവരുടെ ഇൻകം എത്രയാണോ ആ ഇൻകത്തിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം മാറ്റി വെക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാമിലിയെ മാത്രമല്ല അവരുടെ മുമ്പോട്ടുള്ള ലൈഫും സെക്യൂർ ആക്കാൻ പറ്റും. അങ്ങനെയാണല്ലേ. അപ്പൊ ഈ കേന്ദ്ര സർക്കാരിന്റെ കുറെ ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. അപ്പൊ അതിന്റെ ഒരു വാല്യൂം, അതിന്റെ ഒരു മിനിമം എങ്ങനെയായിരിക്കും എന്ന് പറയാം? അത് ശരിക്കും ബാങ്ക് വഴി ഉള്ള ഓപ്ഷൻസ് ഒരുപാടെണ്ണം ഉണ്ട്. നമുക്ക് ഇപ്പം പ്രൈം മിനിസ്റ്ററുടെ ലെവലിലുള്ള പല യോജനാസ് ഉണ്ട്, സ്കീമുകളുണ്ട്. അതിൽ ചെറിയ പ്രീമിയത്തിൽ കസ്റ്റമർക്ക് എന്ത് ചെയ്യാൻ അടയ്ക്കാൻ പറ്റും. 12 രൂപ മുതൽ നമ്മുടെ ഇയർലി മുടക്കുന്ന സ്കീമുകൾ ഉൾപ്പെടെ ഉണ്ട്. സാധാരണക്കാർക്ക് അതെ, ഉപകാരപ്പെടുന്നതാണ്. അപ്പൊ അതൊക്കെ ശരിക്കും എല്ലാ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ആണ്. അപ്പം അത് ആ ഒരു പ്ലാൻ എടുക്കുകയാണെങ്കിൽ കസ്റ്റമർക്കുള്ള നേട്ടം ചോദിച്ചാൽ അവർക്ക് ചെറിയ പ്രീമിയം ആവുകയുള്ളൂ. അതിലൂടെ അപ്പം അത് മൈക്രോ ഇൻഷുറൻസിലാണ് വരിക. അപ്പോൾ സാധാരണ ഒരു പോവർട്ടി ലൈൻ താഴെയുള്ളവർക്ക് അതിന്റെ ഗുണങ്ങൾ എടുക്കാൻ സാധിക്കും. ഇപ്പൊ ഏകദേശം ഒരു 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ടുള്ളവർക്കാണോ അതോ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്കാണോ ഈ ഒരു ഇൻഷുറൻസ് ഏറ്റവും കൂടുതൽ ഇതായിട്ട് വരുന്നത്? ശരിക്കും ഇൻഷുറൻസ് ആവശ്യം എപ്പോഴെന്ന് ചോദിച്ചാല്, ഒരു വ്യക്തി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി ഇൻഷുറൻസ് ആവശ്യമില്ല. എന്നാൽ ഒരു റിസ്ക് ലൈഫിലേക്ക് എടുക്കുമ്പോൾ, എപ്പോഴാണ് റിസ്ക് എടുക്കുന്നത്, ഒരു ജോലി കിട്ടി കുടുംബത്തെ നോക്കുന്ന സമയങ്ങളിൽ ഞാൻ എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്നു, ഞാൻ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. അതാണ് ശരിക്കും ഇൻഷുറൻസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് നമ്മൾക്കും ഒരു സംരക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട് മാത്രവുമല്ല, ഒരു ഇൻകം പെട്ടെന്ന് സ്റ്റക്കായി പോകുന്ന അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ, അപ്പൊ ഇൻകം റീപ്ലേസ് ചെയ്യാനുള്ള അവസ്ഥകൾ, ആൾ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പിന്നീട് വർക്ക് ചെയ്യാൻ വേണ്ടി അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ ഈ സമയങ്ങളിലേക്കാണ് ഇൻഷുറൻസിന് ആവശ്യത വരുന്നത്. പക്ഷെ വേറെ ശ്രദ്ധിക്കാനുള്ളത്, ഏതെങ്കിലും ക്രിട്ടിക്കൽനെസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു പോളിസി എടുക്കാൻ പറ്റത്തില്ല, കാരണം അത് അനുവദനീയമല്ല. അപ്പൊ എപ്പോഴും ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് ഒരു പോളിസി എടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിച്ചു. അതാണ് അല്ലേ പറയാനുള്ളത്. ഹ്യൂമൻ ലൈഫ് വാല്യൂ നോക്കിയിട്ട് അതിന് ഉതകുന്ന രീതിയിലുള്ള പ്ലാനുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ സാർ, നമുക്കിപ്പോ അറിഞ്ഞൊരു സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ സാർ ഒരുപാട് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ടല്ലോ. ഏതൊക്കെ വിഭാഗത്തിൽ നിന്നാണ്, ഏതൊക്കെയാണ് താങ്കളെ തേടിയെത്തിയ പുരസ്കാരങ്ങൾ? ഞാൻ ആക്ച്വലി ഇൻഡസ്ട്രിയിൽ വരുന്നത് സെയിൽസിലേക്കാണ് വരുന്നത്. സെയിൽസിലെ നാഷണൽ ലെവലിൽ നമ്മൾ സെയിൽസിന്റെ ടോപ്പ് അവാർഡുകൾ, ക്വസ്റ്റ് ഫോർ ബെസ്റ്റ് അവാർഡുകൾ പോലുള്ള അവാർഡുകൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. ട്രെയിനിങ് വന്നപ്പോൾ ട്രെയിനിങ്ങിൽ ദ്രോണാഗിരി അവാർഡ് പോലുള്ള അവാർഡുകൾ അത് 3 തവണ അടുപ്പിച്ച് നേടാൻ സാധിച്ചു. നാഷണൽ ലെവലുള്ള ഒരു അവാർഡ് ഞാൻ ഒരു വർഷവും മിസ്സാക്കാറില്ല, അത് അച്ചീവ് ചെയ്യാറുണ്ട്. അത് പ്രത്യേകിച്ചും പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ ട്രെയിൻ ചെയ്ത് അവരെ ആക്റ്റീവ് ആക്കുന്നതിലായിരിക്കും കൂടുതൽ അവാർഡുകൾ വരുന്നത്. അത് അതുപോലെ ബിസിനസ്സിലും ടോട്ടൽ പ്രൊഡക്റ്റീവ്